നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. തന്നാലാവുന്നത് ശ്രമിച്ചു ഒനാന യുണൈറ്റഡിനെ തോൽപ്പിക്കാൻ. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്ക്, ഒരു ഹൊറണ്ടസ് പാസ്സാണ് അദ്ദേഹം തൻ്റെ സഹതാരത്തിന് കൊടുക്കാൻ ശ്രമിച്ചത്. പക്ഷേ ആ ബോൾ എടുത്തു, എതിരാളികൾ പന്ത് വലയിലേക്കും എത്തിച്ചു. വല്ലാത്തൊരു മിസ്റ്റേക്ക്. പക്ഷെ അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല ഹോയ്ലൻഡ്. അദ്ദേഹത്തിൻ്റെ ഇരട്ട ഗോളുകൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ രക്ഷയ്ക്കെത്തി. യെസ്, യൂറോപ്പ ലീഗിൽ വിക്ടോറിയ പ്ലസിനെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2-1 വിജയിച്ചു കയറുമ്പോൾ 2 ഗോളുകളും നേടിയത് റാസ്മസ് ഹോയ്ലൻഡ് ആയിരുന്നു. മറുഭാഗത്ത് വൈദ്രയുടെ വകയായിരുന്നു വിക്ടോറിയ പ്ലസിൻ്റെ ഗോൾ. മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് സിർക്സിയും റാഷ്ഫോർഡും ഡിയാലയും ഒക്കെ ഒരുമിച്ചായിരുന്നു. മത്സരത്തിൻ്റെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയുടെ തുടക്കത്തിലാണ് ഒനാനയുടെ ഈ ടെറിബിൾ മിസ്റ്റേക്ക് വരുന്നത്. അതിൽ നിന്ന് 48-ാമത്തെ മിനിറ്റിൽ തന്നെ വൈദ്ര വിക്ടോറിയ പ്ലസിനെ മുന്നിലെത്തിച്ചു. എന്നാൽ 62-ാമത്തെ മിനിറ്റിൽ റാസ്മസ് ഹോയ്ലൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഒപ്പമെത്തിച്ചു. അതിനുശേഷം 88-ാമത്തെ മിനിറ്റിലാണ് വിജയ ഗോൾ അദ്ദേഹം തന്നെ നേടുന്നത്. ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഒരു ക്വിക്ക് ഫ്രീ കിക്ക് അദ്ദേഹം വളരെ ക്രിസ്പായിട്ട് പെനാൽറ്റി ഏരിയയിലേക്ക് കൊടുത്തതിൽ നിന്നാണ് റാസ്മസ് ഹോയ്ലൻഡിൻ്റെ രണ്ടാമത്തെ ഗോളും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വിജയ ഗോളും പിറക്കുന്നത്. അതോടുകൂടി 2-1 വിജയം സ്വന്തമാക്കി. ഇപ്പോൾ യൂറോപ്പ ലീഗിൻ്റെ പോയിന്റ് പട്ടികയിൽ 6 കളിയിൽ നിന്ന് 12 പോയിന്റുമായിട്ട് യുണൈറ്റഡ് 7-ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.